Good morning, all. Good morning, ma'am. എല്ലാവരും കയറി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത്രയും പേര് എന്തായാലും ജോയിൻ ചെയ്തിട്ടുള്ളൂ. എനിവേ വന്നോളായിരിക്കാം. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്താണ് അത്യാവശ്യം കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത്, ബെനഫിറ്റും കാര്യങ്ങളിലൊക്കെ കുറിച്ചിട്ട് ജസ്റ്റ് പറഞ്ഞു പോയത്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് ആണ് എംപ്ലോയി റിലേഷൻസ്. നമുക്കറിയാം, അവിടെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എംപ്ലോയി ആയിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണം, അല്ലേ? അവർക്ക് കുറെ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അവിടെ ഒരു ബന്ധം സ്ഥാപിക്കുന്നതുമായിട്ട് കുറെ സ്റ്റഡി, അല്ലെ? നമുക്കറിയാം, ആ ഒരു നല്ല ബന്ധം സ്ഥാപിക്കണമെങ്കിൽ പല കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ചിലപ്പോൾ നമുക്കറിയാം, അവിടെ എന്താണ് ഓർഗനൈസേഷനിലെ മാനേജറും എംപ്ലോയീസ് മാത്രമല്ല, അതായത് തൊഴിലുടമയും തൊഴിലാളികളും മാത്രമുള്ള ബന്ധമല്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10 യൂണിയനുകൾ ഉണ്ടാവും, രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാവും, അസോസിയേഷനുകൾ ഉണ്ടാവും, അല്ലെ? അത് പൊതു സാംസ്കാരിക തലത്തിൽ എല്ലാവരും തമ്മിൽ നല്ലൊരു ബന്ധം അവിടെ സ്ഥാപിച്ചാൽ മാത്രമാണ് ഒരു ബിസിനസ്സിന് നല്ല രീതിയിൽ റൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെയുള്ള മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ തൊഴിലിന്റെ ആ ഒരു ശൃംഖലയുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ബന്ധമല്ല, പുറത്തുള്ള എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചു പോയാൽ മാത്രമാണ് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ആ ബിസിനസ്സിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? ആണോ? സ്ഥാപനം ഉണ്ടാകുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരും തൊഴിലുടമയും മാത്രം നോക്കിയാൽ മതി അല്ല, അല്ലെ? പുറത്തെ എല്ലാ കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്, അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഉള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുമാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. അപ്പോ എംപ്ലോയീസ് റിലേഷൻസ് അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു ഫേം പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബന്ധം അവിടെ തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ വേണം, അല്ലെ? പക്ഷെ അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും, അല്ലെ? അത് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് തന്നെ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ തീർച്ചയായിട്ടും എന്താണ്, തൊഴിലുടമ അവരെയൊക്കെ പരിഗണിക്കേണ്ടത്, മസ്റ്റായിട്ടും പരിഗണിച്ചു പോവേണ്ടതും ആവശ്യമാണ്. ഓക്കെ, നമുക്കപ്പോ ഇതിലേക്ക് അടുത്ത ഒരു പോർഷനിലേക്ക് പോകാം. എംപ്ലോയി റിലേഷൻസ്.
ER അല്ലെ, എംപ്ലോയി റിലേഷൻസ്. അത് ER എന്നുള്ള ഒരു ട്രാൻസ്ഫോം എന്താണെന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കാം. എംപ്ലോയി റിലേഷൻസ്, എംപ്ലോയിയും അല്ലെ തൊഴിലാളികളുമായിട്ടുള്ള ബന്ധങ്ങൾ. കൺസെപ്റ്റ് ഓഫ് employee relations. Employee relations are known by different names such as industrial relations, labor management relations and labor relations in different places. ഓക്കെ, വ്യത്യസ്ത പ്ലേസുകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് വ്യവസായ ബന്ധം, അല്ലെങ്കിൽ തൊഴിലുടമയും അല്ലെ മാനേജ്മെന്റ് തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ എന്താണ് അവിടെ തൊഴിലാളികൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നുള്ള ഒരു മീനിങ് തന്നെ വ്യത്യസ്ത ആംഗിളിലൂടെ വീക്ഷിച്ചു കഴിയുമ്പോൾ വ്യത്യസ്ത നെയിമുകളിൽ നമുക്ക് അറിയപ്പെടാനായിട്ട് സാധിക്കും. ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, labor management relations and labor relations in different places. It is distinguished by prompt changes, industrial terminus and holding philosophies both nationally and internationally, and hence represents one of the most intricate challenges for the modern industrial society. Okay, നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ലെ, ഇപ്പോ എന്താണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം അല്ലെ, ഒരു എന്താണ് കൺസെപ്റ്റ് ആശയം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴായിരിക്കും പുതിയ 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 ആശയങ്ങൾ മുന്നോട്ട് വരുന്നത്. അപ്പൊ അതിനോട് പൊരുത്തപ്പെട്ട് തന്നെ എന്താണ് ഏതൊരു സ്ഥാപനത്തിനും മുന്നോട്ട് പോകേണ്ടതുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഈ സൊസൈറ്റി കാലഘട്ടത്തില് എന്താണ് അവിടെ പറയുന്നത്, ഈ മോഡേൺ കാലഘട്ടത്തില് ഒരുപാട് ചലഞ്ചസുകൾ അല്ലെ, വെല്ലുവിളികളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പ്രധാനമായിട്ടും നമുക്കറിയാം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ. നമ്മളൊരു ബിസിനസ് സ്ഥാപനം റൺ ചെയ്യുമ്പോൾ നമുക്കറിയാം പലരായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടതായിട്ട് വരും അല്ലെ. സ്ഥാപനം നമ്മുടെ സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ആയിട്ട് പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും, അതല്ലെങ്കിൽ യൂണിയനുകളായിട്ട് പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും, മറ്റ് ഏതെങ്കിലും അല്ലെ എന്തെങ്കിലും ആക്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇൻ കേസ് അന്തർദേശീയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും. ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് റിലേഷൻസ് എന്നുള്ള ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ഓക്കെ, ആധുനിക കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിന്റെ ആ സമൂഹത്തിന് സങ്കീർണമായിട്ട് അല്ലെ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ എന്താണ് പെട്ടെന്നാണ് ചേഞ്ചസ് വരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക പ്രോംപ്റ്റ് ചേഞ്ചസ് ഇൻഡസ്ട്രിയൽ പ്രോഗ്രാംസ് ആൻഡ് റൂളിംഗ് ഫിലോസഫി അല്ലെ. തത്വചിന്തകന്മാരൊക്കെ ആണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. അതേമാതിരി തന്നെ വ്യവസായത്തിലാണെങ്കിൽ പ്രശ്നങ്ങൾ പുതിയതായിട്ട് ഉടലെടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ഒരുപാട് വെല്ലുവിളികളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് പ്രോസസ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ social patterns and economic system and political organization of the country. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് രാജ്യത്തിന്റെ സാമൂഹിക പാറ്റേണുകൾ അല്ലെ, അവിടെ എന്താണ് സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനോട് പൊരുത്തപ്പെട്ട് തന്നെ വലിയ വലിയ കമ്പനികളാണെങ്കിലും ഫേമുകളൊക്കെ ആണെങ്കിൽ ആ സമൂഹത്തിന്റെ പാറ്റേണുകളിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഓരോ ടൈം ടു ടൈമിൽ വരുന്നുണ്ടെങ്കിൽ അത് ഇൻ കേസ് സാമ്പത്തിക അവസ്ഥ നമ്മൾക്കറിയാം ഏതെങ്കിലൊക്കെ ഗവൺമെന്റ് ഒക്കെ മുന്നോട്ട് വരുമ്പോൾ അല്ലെ ചില കാര്യങ്ങൾക്കൊക്കെ സാമ്പത്തിക അവസ്ഥയിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഉണ്ടാവില്ലേ? ഇപ്പൊ നമുക്ക് അറിയാം അല്ലെ, അവിടെ അമേരിക്കയിൽ പോലും അധികാരത്തില് അല്ലെ ട്രംപൊക്കെ അധികാരത്തിൽ വരുമ്പോഴും എക്കോണമിയിൽ മാറ്റം വരുന്നുണ്ട്, സാമ്പത്തിക വ്യവസ്ഥയിൽ മാറ്റം വരുന്നുണ്ട് അല്ലെ. ചില വ്യവസായ സ്ഥാപനങ്ങൾക്കൊക്കെ കുറെ കാര്യങ്ങളൊക്കെ റെസ്ട്രിക്ഷൻസ് ഒക്കെ പിൻവലിക്കുന്നു, കുറെ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നു അല്ലെ. അവിടെ എന്താണ് അപ്പോ ഈ ഒരു വ്യവസായം എന്ന ശൃംഖല എടുത്തു നോക്കുമ്പോൾ എന്താണ് പുതിയ പുതിയ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതല്ലെങ്കിൽ സാമ്പത്തികാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവിടെ എന്താണ് അതിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് റിലേഷൻസ് എന്നുള്ള മീനിങ്ങിൽ എടുക്കുമ്പോൾ ആ എംപ്ലോയർ എന്നുള്ള റിലേഷൻസ് മാത്രമല്ല മറ്റെല്ലാത്തിനെയും കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ജസ്റ്റ് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു സ്റ്റാർട്ടിങ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ, അതിനുശേഷം നമുക്ക് ഓക്കെ ഫ്ലോ ആയിട്ട് പൊക്കോളും. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഓക്കെ,
അല്ലേ? അപ്പൊ നമ്മള് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന പ്രക്രിയ ആ ഒരു മാനേജ്മെന്റ് എംപ്ലോയി തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പക്ഷെ കുറച്ചൊട്ടനവധി കാര്യങ്ങൾ കൂടി ബേസ് ചെയ്ത് അല്ലെ ആ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുന്നു അല്ലെ, ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇറ്റ്സ് എ കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് പ്രോസസ്സ്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് പ്രോസസ്സ്. അത് സ്ഥിരമായിട്ട് തന്നെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന പറയുന്നത്? സോഷ്യൽ പാറ്റേൺസിൽ വേരിയേഷൻ വരുന്നു, എക്കണോമിക് സിസ്റ്റത്തിൽ വേരിയേഷൻ വരുന്നു, ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഓഫ് കൺട്രി അല്ലെ, കൺട്രിയുടെ രാഷ്ട്രീയ ഘടകങ്ങളിലും ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങൾക്ക് അല്ലെ ആ ഒരു പ്രവർത്തന പ്രോസസ്സിനൊക്കെ ചേഞ്ചിങ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? കേരളേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. Industrial relations is made up of two words, industry and relations. Where industry denotes a fruitful and creative activity that involves individuals or a group of people, and the relation denotes association between employer and employee. അങ്ങനെ ഒത്തിരി പോകുന്നുണ്ട്, ലാസ്റ്റ് സെന്റൻസ് വരെ പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ് നോക്കാം. എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുമ്പോൾ രണ്ട് വേർഡ്സ് ആണ് അതില് അല്ലെ ഒന്നിച്ച് നിൽക്കുന്നത്. അതായത് അത് രണ്ടും കൂടിയാണ് കൂടിച്ചേർന്നാണ് വരുന്നത്, ഇൻഡസ്ട്രി ആൻഡ് റിലേഷൻസ്. ഇൻഡസ്ട്രി ഡിനോട്ട്സ്, ഇൻഡസ്ട്രി എന്ന വ്യവസായം എന്നതിൽ എന്താണ് എടുത്ത് പറയുന്നത്? fruitful and creative activity that involves individuals or a group of people അല്ലെ, അവിടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അല്ലെങ്കിൽ വ്യക്തികളുടെയൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എന്താണ് സംഘടിതമായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെ, ഒരു സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ എന്താണ് രൂപം കൊള്ളുന്നത്. വ്യവസായങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് എപ്പോഴും എങ്ങനെയാണ്? അവിടെ ഒന്നിച്ച് ഒരു കൂട്ടം വ്യക്തികൾ അവരുടെ ആശയങ്ങള് അല്ലെ ക്രിയാത്മകമായിട്ട് ചിന്തിച്ചാണ് ഓരോ സംരംഭങ്ങളും രൂപം കൊള്ളുന്നത് അല്ലേ? വ്യവസായങ്ങൾ അങ്ങനെയല്ലേ രൂപം കൊള്ളുന്നത്? ഒറ്റയ്ക്ക് രൂപം കൊള്ളുന്ന വ്യവസായ ഇതുകളുണ്ട്, പിന്നെ അതേമാതിരി തന്നെ പാർട്ണർഷിപ്പോട് കൂടി രൂപം കൊള്ളുന്ന വ്യവസായങ്ങളുണ്ട്. ഒരുപാട് പേര് അല്ലെ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ആയിട്ട് വന്ന് വ്യവസായങ്ങളൊക്കെ രൂപം കൊള്ളുന്നുണ്ട് ഇല്ലേ? അല്ലേ? നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുക, നമുക്കൊന്നിച്ച് മൂവ് ചെയ്തു പോവാ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ എവിടെയോ കേട്ടുകൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ ഇല്ലേ? ഓണാക്കി വെച്ചിട്ട് പോയിക്കണം. ഓക്കെ, അപ്പൊ എന്താണ്? ഓക്കെ, അപ്പൊ എന്താണ് വ്യവസായങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉണ്ട്? ഓക്കെ, വ്യവസായങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഇൻഡിവിജ്വൽസും പീപ്പിൾസും എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ, അത് രൂപീകരിക്കുന്നത്. ഇനി റിലേഷൻസ് എന്നുള്ള ഒരു ഡിനോട്ട്സിൽ എന്താ പറയുന്നത്? അസോസിയേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി അല്ലെ, തൊഴിലാളികളും തൊഴിലുടമയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. എംപ്ലോയി ആൻഡ് എംപ്ലോയി അല്ലെ, അവിടെയുള്ള തൊഴിലാളികൾ പരസ്പരം തമ്മിലുള്ള ബന്ധങ്ങളുണ്ട്. സൗണ്ട് കുറവുണ്ടോ? ഞാൻ ഒന്നുകൂടി വോയിസ് ഒന്ന് കൂട്ടാം. അയ്യോ, സൗണ്ട് എടുത്തെന്നും പറയുന്നുണ്ട്. അപ്പൊ ഓക്കെ, എന്തെങ്കിലും സംതിങ് റോങ് ആയിരിക്കും, സൗണ്ട് ഉണ്ടെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ നോക്കാം. ഞാൻ ഓക്കെയാണ്, സൗണ്ട് ഓക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ചിലപ്പോ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, നോക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? ആ ഒരു റിലേഷൻ അല്ലെ, റിലേഷനിൽ നമ്മൾ പറയുന്നു എംപ്ലോയി പരസ്പരം തമ്മിലുള്ള ബന്ധങ്ങളുണ്ട്, അതേമാതിരി തന്നെ എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള അല്ലെ എന്തെങ്കിലും ബന്ധങ്ങളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു പോകുന്നത്? ഓർഗനൈസേഷൻ ആൻഡ് സൊസൈറ്റി അല്ലെ, ലേബർ യൂണിയൻ ആൻഡ് മാനേജ്മെന്റ്, അവിടെ തൊഴിൽ സംഘടനകളും തമ്മിലുള്ള ബന്ധം, അതായത് മാനേജ്മെന്റും ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റും തൊഴിൽ സംഘടനകളും തമ്മിലുള്ള ബന്ധങ്ങളുണ്ട്. ഞാൻ ഓർഗനൈസേഷനിന്റെ സൊസൈറ്റി അല്ലെ, നമ്മുടെ സമൂഹവും ആ സ്ഥാപനവും തമ്മിലുള്ള ആ ഒരു ബിസിനസ് ഫേം അല്ലെങ്കിൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ബന്ധമുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ബന്ധങ്ങളാണ് ഉണ്ടായിരിക്കുക. വിച്ച് എക്സിസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി, അത് ആയിരിക്കും നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുക അല്ലെ. ഒരു വ്യവസായം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരു ബന്ധം മാത്രമല്ല, അതായത് എംപ്ലോയറും എംപ്ലോയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല കൺസിഡർ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും എന്താണ് അവിടെയുള്ള തൊഴിലാളികൾ പരസ്പരം തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട്, തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുണ്ട്, തൊഴിലുടമയും എന്താണ് യൂണിയനും തമ്മിലുണ്ട്, സൊസൈറ്റിയും തമ്മിലുണ്ട്. അങ്ങനെ പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. അവരെല്ലാം തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ ബിസിനസ് ഫേമിന് നല്ല രീതിയിൽ മൂവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. Therefore, industrial relation
is the relationship between the employees and management, which is a direct or indirect result of the union employer relationship. അപ്പൊ നമുക്കറിയാം അവിടെ എന്താണ് പ്രധാനമായിട്ടും അല്ലെ പരോക്ഷമായിട്ടല്ലെങ്കിലും അല്ലെങ്കിൽ നേരിട്ടാണെങ്കിലും എന്താണ് അവിടെ പരസ്പരം ഒരു റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. ആരൊക്കെ തമ്മില്? യൂണിയനും എംപ്ലോയറുമായിട്ട് അല്ലെ, അവിടെ ഒരു തൊഴിലുടമയും തൊഴിലാളികൾ അതേമാതിരി തന്നെ യൂണിയൻ നേതാക്കളുമായിട്ട് സംഘടനകളുമായിട്ടൊക്കെ നല്ലൊരു ബന്ധമുണ്ട് അല്ലെ. നമ്മളെപ്പോഴും അല്ലെ പൊതുവെ നമുക്കറിയാം ഇന്ന ഇതില് അല്ലെ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് നേതാക്കൾ പോയി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു എല്ലാത്തിനും ഒരു ബന്ധങ്ങളുണ്ട് അല്ലെ. ഒരു ചെറിയ സ്ഥാപനം ആണെങ്കിൽ അതിൻ്റെതായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതല്ല വലിയ വലിയ ബിഗ് അല്ലെ ഒരു നമ്മുടെ രാജ്യത്തിന്റെ തന്നെ വലിയ അറിയപ്പെടുന്ന കമ്പനി ഫോമുകളൊക്കെ തന്നെയാണെങ്കിൽ അത് മറ്റു കൺട്രികളായിട്ടുള്ള ഒരു അസോസിയേഷനിൽ വരെ മെമ്പർഷിപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ പരസ്പരം ബന്ധങ്ങള് എന്താണ് എല്ലാത്തിനും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ചില കാര്യങ്ങളൊക്കെ എന്താണ് ഒരേപോലെ തന്നെ പാലിച്ചുകൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒരു കൺട്രി മാത്രം അല്ലെ, കൺട്രിയിലെ ആ ഒരു സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട യൂണിയനുകൾ മാത്രമായിട്ടായിരിക്കും പാലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ഓരോരുത്ത് എടുക്കുന്ന അതേ രീതികൾ തന്നെ മറ്റു സ്ഥാപനങ്ങളും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ, അങ്ങനെയാണ് റിലേഷൻഷിപ്പിന് ആ ഒരു മാന്യത വരുന്നത്. ഓക്കെ, അപ്പൊ അത് ആ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും മസ്റ്റ് ആയിട്ട് ഒരു ബന്ധങ്ങൾ എപ്പോഴും തീർച്ചയായിട്ടും പാലിച്ചു പോകേണ്ടതുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഓക്കെ അല്ലേ, കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് പോകാം. എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്? അതെ, അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ ബോത്ത് നാരോ ആസ് വെൽ ആസ് വൈഡ് സെൻസ്. അതിന് എന്താണ് ഇടുങ്ങിയതും വിശാലവുമായ അർത്ഥങ്ങളുണ്ട്. The narrow sense industrial relations talk about every sort of association between all the members of an organization, such as between employees, employers, union and workers. അതായത് നമ്മളൊരു നാരോ അല്ലെ ഇടുങ്ങിയതും വിശാലവുമായ അർത്ഥങ്ങളുണ്ട്. നമുക്കറിയാം ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് വിശാലമായ വലിയ വലിയ അല്ലെ എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻ കേസ് നാരോ സെൻസിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഓൾ മെമ്പേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ അല്ലെ. അവിടെ പരസ്പരം എല്ലാ മെമ്പേഴ്സുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അത് മാത്രമല്ല എംപ്ലോയീസ് എംപ്ലോയർ അല്ലെ തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ യൂണിയൻ ആൻഡ് വർക്കേഴ്സ് അല്ലെ തൊഴിലാളികളും അതേമാതിരി തന്നെ യൂണിയൻ നേതാക്കളും തമ്മിലൊക്കെ ഉള്ള ഒരു നല്ല ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. അങ്ങനെയായിരിക്കും ഒരു നാരോ സെൻസിൽ നോക്കുകയാണെങ്കിൽ. ഒരു ഇടുങ്ങിയ സെൻസിൽ അതായത് ചെറുതായിട്ട് നമ്മൾ മീൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ. In case this concept is basically used in India and Britain. അതായത് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പ്രധാനമായിട്ടും അല്ലെ ആ ഒരു രീതി ഇന്ത്യയുടെയും ബ്രിട്ടന്റെ ഒക്കെ ഒരു രീതിയിൽ നമ്മൾ വീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇൻ ദ വൈഡർ സെൻസ് industrial relations talk about all forms of association that the organization forms with the different segment of the society which comes in its contact. Okay, അവിടെ വൈഡർ സെൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സമൂഹത്തിന്റെ വിവിധ അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു വിവിധ വിഭാഗങ്ങളുമായിട്ട് തന്നെ നമ്മൾ ബന്ധം അല്ലെ അവിടെ ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു നല്ല ബന്ധം, ഇൻ കേസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം, അതായത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ബന്ധം, അതായത് നമ്മളൊരു ചെറിയ ഒരു ഫേമിന്റെ ആ ഒരു റിലേഷനിൽ നിന്ന് ഇച്ചിരി കൂടി ഭേദഗതി വരുന്നു അല്ലെ. അതൊരു വലിയ ഫേമൊക്കെ ആവുമ്പോൾ അവർക്ക് കുറച്ചും കൂടി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പോ അങ്ങനെ ഒരു ബന്ധം. സോറി, ഞാൻ ഇപ്പോഴാണ് അൺമ്യൂട്ട് ആക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത്. ഓക്കെ, ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു നിർദ്ദേശമുണ്ട്, എല്ലാവർക്കും ഓൾ മ്യൂട്ട് കൊടുത്തിട്ട് ക്ലാസ് എടുക്കണം എന്നുള്ളത്. കാരണം ആരെങ്കിലും റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടാവരുത് ഡിസ്റ്റർബൻസുകൾ വന്നു കഴിഞ്ഞാല്. അതുകൊണ്ട് എപ്പോഴും എന്താണ് ഓൾ മ്യൂട്ട് കൊടുത്തിട്ടായിരിക്കണം ക്ലാസ് ഇരിക്കേണ്ടത്. ഇൻ കേസ് നമ്മൾ ലാസ്റ്റ് ടൈമിൽ അൺമ്യൂട്ട് ആക്കിയ സമയം തരാറുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒന്നും ഞാൻ ഓർത്തില്ലെങ്കിൽ ഒന്ന് ഇത് ചെയ്യണോട്ടോ, റെസ്പോണ്ട് ചെയ്യണേ. ഇപ്പൊ എന്തായാലും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തപ്പോഴാണ് ഞാൻ എന്റെ ഭാഗത്തെ ആ ഒരു റോങ് കണ്ടുപിടിച്ചത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ അൺമ്യൂട്ട് ആക്കിയിട്ട് ക്ലാസ് എടുക്കുന്നതാണ് ഇഷ്ടം. കാരണം നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് അല്ലെ. നമുക്ക് ചോദിക്കുന്നതോടൊപ്പം തന്നെ മെസ്സേജ് അയക്കാതെ തന്നെ റെസ്പോൺസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. എല്ലായ്പ്പോഴും ചിലപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണല്ലോ.
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. എന്താണ് അപ്പോ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി, അതായത് ചെറിയ ചെറിയ ഇതാണെങ്കിൽ നാരോ സെൻസിൽ തന്നെ നമുക്കത് മീൻ ചെയ്തെടുക്കാം. അതേസമയം വൈഡ് അല്ലെ, കുറച്ചും കൂടി വിശാലമായ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാ വിഭാഗങ്ങളുമായിട്ട് തന്നെ നല്ലൊരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടാവും. അതായത് കൾച്ചറൽ അല്ലെ, നമ്മുടെ സാംസ്കാരിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും, അതായത് ഗവൺമെന്റ് നിയമങ്ങളിലും എല്ലാ തലത്തിലും തന്നെ നല്ലൊരു ബന്ധം ആ ഒരു ഫേമിന് സ്ഥാപിച്ചെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടാവും. ഓക്കെ ആണോ? നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് കിട്ടിയോ? ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, ഇനി ഒരു റിലേഷൻഷിപ്പിനെ വിവിധ രീതിയിൽ വ്യാഖ്യാനിച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് എന്താ പറയാ, ഒന്ന് മനസ്സിലാക്കി പോവാനേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാ. അക്കോർഡിംഗ് ടു ILO, എന്താണ് ILO എന്ന് പറയുന്നത്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അല്ലെ. അവരുടെ അഭിപ്രായത്തിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് deal with either the relationships between the state and the employers and workers organization or the relation between the occupational organizations themselves. അതായത് അവരുടെ അഭിപ്രായത്തിൽ ഈ ബന്ധം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡീൽസ് വിത്ത് എയ്തർ അല്ലെ, റിലേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ എംപ്ലോയേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ അല്ലെ. അവിടെയുള്ള തൊഴിലുടമയും എന്താണ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ഒപ്പം തന്നെ വർക്കേഴ്സ്, അവിടെയുള്ള എംപ്ലോയീസും ഓർഗനൈസേഷനും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെ, അതാവാം. ഓർ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഒക്യുപേഷണൽ ഓർഗനൈസേഷൻസ് ദംസെൽഫ്, ഇൻകേസ് എന്താണ് അവിടെ തൊഴിൽ സ്ഥാപനം പരസ്പരം തമ്മിലുള്ള അല്ലെ, പരസ്പരം നമുക്കറിയാം ഒരേപോലത്തെ തന്നെ സംരംഭങ്ങൾ ഉണ്ടാവും അല്ലെ, അവ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയും നമ്മൾ എന്തെന്ന് പറയുന്നു, റിലേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കും. ഓക്കെ, റിലേഷൻ എന്നുള്ളത് വ്യത്യസ്ത വീക്ഷണകോണുകളിൽ തന്നെ വീക്ഷിക്കാം. അക്കോർഡിംഗ് ടു ദ ILO അല്ലെ, ILOയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ അഭിപ്രായത്തില് ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റും സംസ്ഥാനങ്ങളും എന്താണ് തൊഴിലുടമയും തമ്മിലുള്ള ബന്ധം, വർക്കേഴ്സ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ അവിടെയുള്ള തൊഴിലാളികളും സ്ഥാപനവും തമ്മിലുള്ള ബന്ധം, ഒപ്പം തന്നെ എന്താണ് അവിടെ റിലേഷൻ ബിറ്റ്വീൻ ഒക്യുപേഷണൽ ഓർഗനൈസേഷൻസ് ദംസെൽഫ്, അതായത് വ്യവസായ സംരംഭങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അതെല്ലാം റിലേഷൻ എന്ന ഗണത്തിൽപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അത്ര കൺസെപ്റ്റ് ഇതുകളുണ്ട്, ഓരോരുത്തരുടെ വീക്ഷണകോണുകളിലാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് ഡെഫിനേഷൻ ഒന്നും പഠിക്കാനില്ല കേട്ടോ, അതുകൊണ്ട് ബൈഹാർട്ടൊന്നും പഠിക്കൊന്നും വേണ്ട, മനസ്സിലാക്കി പോകുക. റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം രൂപീകരിക്കുമ്പോൾ മനസ്സിലാക്കുക, ചെറിയ ചെറിയ സ്ഥാപനമാണെങ്കിൽ നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസും എംപ്ലോയറൊക്കെ തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പോയാൽ മാത്രമാണ് ഏതൊരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ അല്ലെ. നമ്മൾ നേരത്തെയുള്ള കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്തു. നല്ല പ്രോഫിറ്റബിൾ ആക്കണമെങ്കിൽ അവരെ സംതൃപ്തിപ്പെടുത്തണം, അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെ, അല്ലെങ്കിൽ അവരെ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അത് മാത്രം പോരാ, എന്താണ് മറ്റുള്ളവരുമായിട്ടൊരു ബന്ധം നമ്മൾക്ക് സ്ഥാപിക്കണം അല്ലെ. അവിടെ എംപ്ലോയറും തമ്മിലൊക്കെ നല്ല ബന്ധം ഉണ്ടാവണം, യൂണിയനുമായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടായിരിക്കണം, പരസ്പരമുള്ള സ്ഥാപനങ്ങളായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം, സംസ്ഥാന ഗവൺമെന്റുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും തമ്മിലുള്ള ഒരു വിശാലമായ രീതിയിൽ എടുക്കുകയാണെങ്കിൽ എല്ലാവരും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കും. അക്കോർഡിംഗ് ടു പ്രൊഫസർ ക്ലെഗിന്റെ, അതായത് പ്രൊഫസർ ക്ലെഗിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്, ഇൻഡസ്ട്രിയൽ റിലേഷൻ എംഫസിസ് ദ റൂൾസ് ഗവേണിംഗ് എംപ്ലോയ്മെന്റ് ടുഗദർ വിത്ത് ദ വേസ് ഇൻ വിച്ച് ദ റൂൾസ് ആർ മെയ്ഡ് ആൻഡ് ചേഞ്ച്ഡ് ആൻഡ് their ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതായത് അവിടെ പറയുന്നത് എന്താണ്, ഒരു റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ, വ്യവസായം എന്നത് എന്താണ്, തൊഴിൽ നിയമങ്ങളെ നിയന്ത്രിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്, തൊഴിൽ നിയമങ്ങളെ നിയന്ത്രിക്കുക. നമുക്കറിയാം തൊഴിലിന്റേതായിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട് അല്ലെ, ആ നിയമങ്ങൾ നിർമ്മിക്കുന്നതും നിയന്ത്രിക്കുന്നതും
മാറ്റുന്നതും അല്ലെ, അതെല്ലാം തന്നെ അവയുടെ വ്യാഖ്യാനവും എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, ആ ഒരു ബന്ധത്തിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ഭരണ നിർവഹണം അതെല്ലാം തന്നെ ആ ഒരു ബന്ധത്തിൽ ഉൾപ്പെടുന്നത്. അതായത് ഒരു അല്ലെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ അവിടെ റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, മറ്റേ വാക്കിൽ നമ്മൾ മനസ്സിലാക്കി വരികയാണെങ്കിൽ എന്താണ് അവിടെ എംപ്ലോയ്മെന്റിന്റെ ആ ഒരു നിയന്ത്രണങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോൾ അല്ലെ ഒരു സ്ഥാപിച്ചു വരുമ്പോൾ തന്നെ എന്താണ് അവിടെ എന്താണ് ഓൾറെഡി എന്താണ് റിലേഷൻഷിപ്പും കൂടി അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതായത് അപ്പൊ ആ വ്യാഖ്യാനം അല്ലെ ഭരണ നിർവഹണവും എല്ലാം തന്നെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മളൊരു ബന്ധം നമുക്കറിയാലേ, ഒരു സ്ഥായിയായ അല്ലെ അവിടെ എംപ്ലോയീസിന് പരിഗണന കൊടുക്കുന്നത് കൊണ്ടാണ് ചില പോളിസികളൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർക്ക് പരിഗണന കൊടുക്കുന്നില്ല എങ്കിൽ എന്താണ് ഒരു അല്ലെ ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് അവിടെ ബിസിനസ് ഫോം പോകുന്നത്. നമ്മൾ എന്താണ് പറയുന്നത്, എംപ്ലോയർ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നടപ്പാക്കുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ എന്താണ് അവിടെ എംപ്ലോയിക്ക് പരിഗണനയില്ല അല്ലെ. അവിടെ എംപ്ലോയിക്ക് പരിഗണന കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ ആ റൂൾസ് നിയമങ്ങളിൽ കുറെ വ്യവസ്ഥകൾ പാലിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഭരണ നിർവഹണത്തിൽ തന്നെയാണ് അവിടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു വരുന്നത്. നെക്സ്റ്റ് ആളുടെ അഭിപ്രായത്തിൽ അക്കോർഡിംഗ് ടു ഡെൽ യോഡർ, industrial relations are a relationship between management and the employees or among employees and their organizations that characterize and grow out of employment. അതായത് അവിടെ പ്രധാനമായിട്ട് പറയുന്നത് ആ സവിശേഷത അല്ലെ അവിടെ ആ ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് അല്ലെ ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ് അവിടെ തീർച്ചയായിട്ടും എന്താണ് പ്രധാനമായിട്ടും ഇൻ കേസ് തൊഴിലിന്റെ സവിശേഷ വളർച്ച സൃഷ്ടിക്കുന്ന എല്ലാം തന്നെ അല്ലെ അതിന്റെ വളർച്ച സൃഷ്ടിക്കുന്നതിന് തീർച്ചയായിട്ടും അവിടെ എന്താണ് ജീവനക്കാർക്ക് ഒരു പങ്കുണ്ട് അല്ലെ. നല്ലൊരു ഫേം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ഗ്രോ ഉണ്ടെങ്കിൽ അവിടെ ആർക്കൊക്കെ ബന്ധമുണ്ടാവും? തൊഴിലുടമ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ബിസിനസ് നന്നായിട്ട് വളർന്നു പോകാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പം അവിടെ എന്താണ് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും സ്ഥാപനവും തൊഴിലാളികളും തമ്മിൽ നല്ലൊരു ബന്ധം വേണം അല്ലെ. നല്ലൊരു അവേദ്യമായിട്ടുള്ള ബന്ധം, അതായത് അവരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇൻ കേസ് പിന്നെ എന്താണ് യൂണിയൻ നേതാക്കളുമായിട്ടൊന്നും കസ്റ്റഡിയൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല അല്ലെ. അവരെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പോകുമ്പോഴാണ് അവിടെ ഗ്രോത്ത് വരുന്നത് അല്ലെ. അത് ആ ഒരു മീനിങ്ങിലാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ എ relationship between management and employees or among employees and their organization അല്ലെ. ഓർഗനൈസേഷനും തമ്മിൽ അല്ലെങ്കിൽ മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിലുള്ള ഒരു ബന്ധം വരുന്നുണ്ട്. that characterizes and grow out of employment. ആ ഒരു ബന്ധത്തിൽ നിന്നാണ്, ആ ഒരു സവിശേഷമായ ബന്ധത്തിൽ നിന്നാണ് എന്ത് നമ്മുടെ ഓർഗനൈസേഷൻ നല്ല വളർച്ച പ്രാപിക്കുന്നത്. അതായത് നല്ല വളർച്ച പ്രാപിക്കുന്നുണ്ട് എങ്കിൽ അവിടെ എന്താണ് നല്ലൊരു ബന്ധം ഉണ്ട് എന്നുള്ളത് മീൻ ചെയ്യേണ്ടതാണ്. ഓക്കെ. The next word എന്താണ് according to Professor Dunlop, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് industrial relations may be defined as the complex of interrelations among workers, managers and government. അതായത് അവിടെ പറയുന്നത് എന്താണ്, അവിടെ ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു കമ്പനിയുടെ ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ഉള്ളിലുള്ള ഒരു ഇന്റർ റിലേഷൻസ് അല്ലെ, അവിടെയുള്ള തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലൊക്കെയുള്ള അല്ലെങ്കിൽ തൊഴിലാളികൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെ, ആ ഒരു ബന്ധങ്ങൾ സങ്കീർണമായിട്ട് വ്യാവസായിക ബന്ധങ്ങളെ നിർവചിക്കാമല്ലോ. അതായത് മാനേജേഴ്സും ഗവൺമെന്റ്, അത് മാത്രമല്ല അതില് പ്രധാനമായിട്ടും എന്താണ് മാനേജേഴ്സും ഗവൺമെന്റും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതായത് ഇൻ കേസ് നമുക്കറിയാം ഏതൊരു സംസ്ഥാനത്തിലാണെങ്കിലും ആ സംസ്ഥാന ഗവൺമെന്റിലേക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കും അവിടെ അറേഞ്ച് ചെയ്യുന്നത്. ആ ഒരു ബന്ധം അവർക്കുണ്ട്. അതേമാത്രം തന്നെ ഇന്റർ റിലേഷൻഷിപ്പ് അല്ലെ, തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധമുണ്ട്. അപ്പൊ അവിടെ ആ സ്ഥാപനം എവിടെയാണോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എവിടെയാണോ അവിടെ എന്താണ് ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ തന്നെ നല്ലൊരു ബന്ധമുണ്ട്. പുറത്ത് എന്താണ് അവിടെയുള്ള സ്ഥാപനത്തിന് പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളും അജണ്ടകളൊക്കെ പാലിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധം അവിടെയുണ്ട് അല്ലെ. ആ ഒരു റിലേഷൻസ് ആണ് എന്താണ് റിലേഷൻ എന്നുള്ള മീനിങ് പ്രധാനമായിട്ടും ഡൺലപ്പ് വിവരിക്കുന്നത്. ഡൺലപ്പിന്റെ അഭിപ്രായത്തില്, പ്രൊഫസർ ഡൺലപ്പിന്റെ അഭിപ്രായത്തില് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് മേ ബി ഡിഫൈൻഡ് ആ ഒരു ഡെഫിനിഷനിലേക്ക് വരുന്നത് ആസ് ദ കോംപ്ലക്സ് ഓഫ് ഇന്റർ റിലേഷൻ അല്ലെ, സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധം തന്നെ അവിടെയുണ്ട്.
അതായത് നമുക്കറിയാം തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു തൊഴിലുടമ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബിസിനസ് നന്നായിട്ട് തന്നെ പ്രോഫിറ്റബിൾ ആയിട്ട് പോകണം അല്ലെ. അവിടെ മാക്സിമം അവിടെയുള്ള തൊഴിലാളികളെ എഫക്റ്റീവ് ആയിട്ട് അല്ലെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യിപ്പിച്ച് പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകണമെന്നായിരിക്കും. തീർച്ചയായിട്ടും തൊഴിലാളികൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ട് നമുക്ക് വേതനവും നമ്മുടെ അല്ലെ സാറ്റിസ്ഫാക്ഷനൊക്കെ നിലനിർത്തുന്ന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പൊ അവിടെ സങ്കീർണമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഉണ്ടാവില്ലേ? അല്ലേ? അവർക്ക് ഇരുകൂട്ടർക്കും തൃപ്തിപ്പെടണം അല്ലെ. തൊഴിലുടമയ്ക്കും അവരുടെ ആഗ്രഹം സാധ്യമാക്കണം, തൊഴിലാളികൾക്കും അവരുടെ ആഗ്രഹമൊക്കെ സാധ്യമാക്കണം. മാത്രമല്ല എന്താണ് അവിടെ ഇൻ കേസ് പ്രാദേശികമായിട്ടുള്ള കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും മാനേജ്മെന്റ് പാലിച്ചുകൊണ്ട് പോകണം. അപ്പൊ ഇതെല്ലാം കൂടി ഉള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധമാണ് എന്തെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ, വ്യവസായ ബന്ധം എന്ന് ആരുടെ അഭിപ്രായത്തിൽ പറയുന്നത്? ഡൺലപ്പിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. ഓക്കെയാണോ? ജസ്റ്റ് ഒരു ഡെഫിനേഷനിൽ എന്താണ് അവർ മീൻ ചെയ്യുന്നത് നമ്മൾ തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അതായത് ഓരോ വ്യക്തികൾക്കും ഓരോ അല്ലെ ആശയങ്ങൾ വിവരിക്കാനുണ്ടാവും. തീർച്ചയായിട്ടും നമുക്കറിയാം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലെ നാരോ സെൻസിലും വൈഡ് സെൻസിലും അല്ലെ ഭയങ്കരമായ രീതിയിലുമുണ്ട്. ചെറിയ ചെറിയ സ്ഥാപനമൊക്കെ ആണെങ്കിൽ അത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് നിയമങ്ങളും അജണ്ടകളും ഒന്നും പാലിച്ചു പോകേണ്ടതുണ്ടാവില്ല. അവിടെ തൊഴിലുടമയും തൊഴിലാളിയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ബന്ധമൊക്കെ സൃഷ്ടിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ ആ ബിസിനസ്സിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് വലിയ വലിയ ഓർഗനൈസേഷൻ ആവും തീർച്ചയായിട്ടും തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ഒരു ബന്ധം മാത്രം കാത്തു സൂക്ഷിച്ചാൽ പോരാ, അവിടെ സംഘടനകളൊക്കെ തൃപ്തിപ്പെടുത്തണം, ഗവൺമെന്റിന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. നമ്മുടെ ടാക്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തു അല്ലെ. ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല ഇൻ കേസ് അല്ലെ നമ്മുടെ ഇൻ കേസ് നാഷണൽ റിലേഷൻഷിപ്പ് മാത്രമല്ല ഇന്റർനാഷണൽ ചില റിലേഷൻഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വൈഡ് ആയിട്ടുള്ള ഒരു സെൻസിലും കൂടി വീക്ഷിക്കാനായിട്ട് ഈ റിലേഷൻഷിപ്പ് ഒരുക്കി തരുന്നുണ്ട്. ഓക്കെ, അത് ആ ഒരു ബിസിനസ്മാന്റെ ആ ഒരു നേച്ചർ പോലെ ഇരിക്കും. അതായത് ചെറുതോ വലുപ്പോ അല്ലെ ആ ഒരു വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിരിക്കും. ഓക്കെ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഒക്കെയാണോ? വായിക്കുന്നുണ്ടോ? ഒക്കെയാണോ? കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. എന്താണ് നേച്ചർ ഓഫ് എംപ്ലോയി റിലേഷൻസ്, അതിന്റെ സവിശേഷതകൾ എന്താണെന്നുള്ള കാര്യം നോക്കാം. ജീവനക്കാരുടെ ബന്ധത്തിന്റെ സ്വഭാവം അല്ലെ അവരുടെ നേച്ചർ എന്താണെന്നുള്ളത് നോക്കാം. നേച്ചർ ഓഫ് എംപ്ലോയി റിലേഷൻസ് ഇൻക്ലൂഡ് ഫസ്റ്റ് വൺ പറയുന്നത് കോംപ്ലക്സ് റിലേഷൻഷിപ്പ്. അതായത് നമുക്കറിയാം സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധം തന്നെ ഉണ്ടാവും അല്ലെ. അത് വളരെ ഈസി ആവണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്കറിയാം അവിടെ രണ്ട് പൊരുത്തപ്പെടലുകൾ മസ്റ്റാണ് അല്ലെ. അവിടെ എംപ്ലോയിക്ക് എന്താണ് അവരുടെ തൊഴിലിനനുസരിച്ചിട്ടുള്ള വേതനവും സംതൃപ്തിയായ അന്തരീക്ഷമൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലുടമയ്ക്ക് എന്താണ് ആ ബിസിനസ്സിലും നഷ്ടത്തിലൊന്നും പോകാൻ പാടില്ല, പ്രോഫിറ്റബിൾ ആക്കി എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു ഫേമൊക്കെ ആക്കി മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ അവിടെ അത് രണ്ടും പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നല്ലൊരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ചില അല്ലെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കോംപ്ലക്സ് റിലേഷൻഷിപ്പ് അല്ലെ. നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ്. The relationship that industrial relations develop between an employee and employer is not a simple and an easy one. ഒരിക്കലും സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് നടപ്പാക്കാൻ പറ്റുന്ന ഒരു ബന്ധം തന്നെ ആവണമെന്നില്ല. കാരണം അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇൻ കേസ് നമ്മുടെ എംപ്ലോയറും എംപ്ലോയിയും അല്ലെങ്കിൽ
മാനേജ്മെന്റും ഇൻ കേസ് സംഘടന ഗവൺമെന്റും അവരൊക്കെ തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. അത് വളരെ ഈസി ആയ ഒരു കാര്യം മാത്രമൊന്നുമല്ല. Then next paragraph നോക്കാം. It is relatively an art of living together to fulfill the common objective of a productive effectively individual welfare and industrial growth. അതായത് നമ്മുടെ വ്യവസായം വളർച്ച പ്രാപിക്കണമെങ്കിൽ നമുക്കറിയാം അവിടെ തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തി കൊടുക്കണം. ദെൻ എന്താണ് പ്രൊഡക്ഷനൊക്കെ അല്ലെ, അവരുടെ ഉത്പാദനമൊക്കെ നല്ല എഫിഷ്യന്റ് ആയിട്ട് എന്ന് വെച്ചാൽ എഫക്റ്റീവ്ലി ഫലപ്രാപ്തമായിട്ട് തന്നെ വിനിയോഗിക്കേണ്ടതുണ്ട്. ദെൻ അങ്ങനെ വരുമ്പോഴൊക്കെയാണ് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ നേടിയെടുക്കാൻ. അല്ലെങ്കിൽ ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനൊക്കെ നല്ല രീതിയിൽ നേടിയെടുക്കണമെങ്കിൽ എന്താണ് പരസ്പരം പല കാര്യങ്ങളും ഒത്തൊരുമിച്ച് പോകണം അല്ലെ. ഒരു ഇൻഡസ്ട്രി വ്യവസായം വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ ഇൻ കേസ് അവിടെയുള്ള ഇൻഡിവിജ്വൽസിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ അല്ലെ മിതമായ രീതിയിൽ എക്കണോമിക് ഒക്കെ പല രീതിയിലും കൺസിഡർ ചെയ്തിട്ടൊക്കെ തന്നെ വിനിയോഗിക്കാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ആർട്ടാണ് അല്ലെ. ആ ഒരു അവര് തമ്മിലുള്ള നല്ല ഇരു കൂട്ടരും തമ്മില് നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക തരം കലാരൂപത്തിൽ തന്നെ ഡിസൈൻ ചെയ്യുന്ന ഒരു ആർട്ട് കൂടിയാണ് എന്താ പറയുന്നത് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അല്ലേ, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അതായത് ഇരു കൂട്ടർക്കും ആവശ്യങ്ങളുണ്ട് അല്ലെ. ഒരുപാട് എക്കണോമിക് വലിച്ചെറിഞ്ഞിട്ട് തൊഴിലാളികളെ തൃപ്തിപ്പെടുത്തി കൊടുക്കാനായിട്ട് തൊഴിലുടമ തയ്യാറാവോ? ഒരുപാട് അവരുടെ ഫിനാൻസ് മുഴുവനും തൊഴിലാളികൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ആയിക്കോട്ടെ എന്നാ ഇന്ന ഓക്കെ ഇല്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് അല്ലെ അവര് ഒരുപാട് നഷ്ടത്തിലേക്ക് പോകാൻ തയ്യാറാവില്ല. അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് പല പല ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് വേണം ഇത് വേണം എന്നൊക്കെ ഉള്ള അല്ലെ. ഇൻ കേസ് സാലറി കൂട്ടി കിട്ടണം, കോംപ്ലിമെന്റ് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ അവരെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇതൊരു ആർട്ടാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള കലാരൂപത്തിൽ തന്നെ ഡിസൈൻ ചെയ്ത് മുന്നോട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചു ഒത്തൊരുമയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഓർഗനൈസേഷൻ ടു മെയിൻറ്റെയിൻ cordial industrial relations in order to build a healthy behaviors, conducive working environment, easy working procedures, etc. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നല്ല രീതിയിൽ അല്ലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വർക്കിംഗ് പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങളും വർക്കിംഗ് കണ്ടീഷൻ അല്ലെ നല്ലൊരു എൻവയോൺമെന്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതേമാതിരി തന്നെ അവരുടെ പെരുമാറ്റ രീതികൾ അല്ലെ അതൊക്കെ അനലൈസ് ചെയ്ത് അവരുടെ ഹെൽത്ത്, അവരുടെ ആരോഗ്യം, അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ ആരോഗ്യമൊക്കെ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് അവിടെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്കറിയാം അല്ലാത്ത പക്ഷം അല്ലെ ഒരുപാട് ഇവര് ഫിനാൻസ് ഒക്കെ എറിഞ്ഞ് അവർക്ക് കൊടുത്താൽ നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഇവർക്ക് കുറച്ച് ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും ലക്ഷ്യമാക്കി അല്ലെ നടപ്പാക്കി കൊടുത്തില്ലെങ്കിൽ അവര് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവില്ല. അതുകൊണ്ട് ഒരു മിനിമൈസ് ചെയ്ത് അല്ലെ ഒരു ധാരണയിലെത്തിയൊക്കെ തന്നെ അവര് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടാവും. ഓക്കെയാണോ ഫസ്റ്റ് നേച്ചർ എന്ന് പറയുന്നത്? ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ മിക്സ്ചർ ഓഫ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. എവിടെയാണ് ഡൗട്ടുകളുണ്ടോ? ഏത് ഭാഗത്താണ്? ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? ക്ലിയർ അല്ല, പറയേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ. ക്ലിയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഓക്കെ, മിക്സ്ചർ ഓഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാട്ടോ. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ വരികയാണെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് എവിടെയെങ്കിലും ഡൗട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിങ്ങനെ പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിന് തടസ്സമില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് മനസ്സിലാക്കി പോവുക. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോംപ്ലക്സ് റിലേഷൻ. അതായത് അവിടെ കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആർക്കോ ഒരു
മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. കോംപ്ലക്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡസ്ട്രിയിൽ അല്ലെ നല്ല രീതിയിൽ വ്യവസായ ബന്ധം ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം അവിടെ എന്താണ്, എംപ്ലോയീസിന് അവിടെ കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കേണ്ടതുണ്ട്. എംപ്ലോയർക്കാണെങ്കിൽ അത് ബിസിനസ് ഒരുപാട് നഷ്ടത്തിൽ പോകാതെ തന്നെ അവർക്ക് എന്താണ്, അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ ബിസിനസ് നല്ല പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക രീതിയിൽ അവര് ആർട്ട് അല്ലെ, അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ആർട്ട് ഓഫ് ലിവിങ് ടുഗദർ അല്ലെ. അതൊരു ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കലാസൃഷ്ടി രൂപത്തിൽ തന്നെ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുള്ളത്. എങ്കിൽ മാത്രമാണ് അവിടെ പ്രോബ്ലംസ് ഒന്നും ഡെവലപ്പ് ചെയ്ത് അല്ലെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ, ഒന്നും വരാതെ തന്നെ അവർക്ക് ആ ബിസിനസ് ഫേം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അവിടെ നല്ലൊരു അന്തരീക്ഷം അവരെ മാനിക്കുന്നുണ്ട് എന്നുള്ളൊരു അന്തരീക്ഷമൊക്കെ വരുത്തി തീർക്കുക. എന്നാൽ ഒരുപാട് എന്താണ് ഫിനാൻസ് ഇറക്കാതെ തന്നെ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും ശ്രമിക്കുകയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ണോ നടപടിക്രമങ്ങളിലൊക്കെ അപ്പൊ അവര് ഇങ്ങനെ പോളിസി, ഞാൻ നേരത്തെ പറഞ്ഞ കുറെ പോളിസികളൊക്കെ അവര് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവരെ പരിഗണിക്കുന്ന തരത്തിലുള്ള ഡെവലപ്മെന്റ് അല്ലെ, ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ ആയിരിക്കണം അവര് കൊണ്ടുവരേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് ആ വർക്ക് ഈസി വർക്കിംഗ് പ്രൊസീജിയേഴ്സ് എക്സെട്ര എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ വർക്കില് അങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മളെ അല്ലെ എംപ്ലോയീസിനെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. എന്നാ എന്താണ് അത്യാവശ്യം അല്ലെ ബൾക്കായിട്ട് ഒരുപാട് അവരെ എന്താണ് സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോകാറ്, ഒരുപാട് ഫിനാൻഷ്യലി ഒരുപാട് റിസ്ക് എടുത്ത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓഫറുകൾ കൊടുക്കാതിരിക്കാനായിട്ടും ശ്രമിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഇതാണ് മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഈസ് കൺസിഡേർഡ് ടു ബി ഫ്യൂഷൻ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. അതായത് അവിടെ നമുക്കറിയാം രണ്ടിന്റെയും ഒരു മിക്സർ വരുന്നുണ്ട് അല്ലെ. അവിടെ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അവസരവുമുണ്ട്, അതോടൊപ്പം തന്നെ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താണ്, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവരോടൊപ്പം സഹകരിച്ച് പോകാനായിട്ട് തോന്നുകയും ചെയ്യും. ചില സമയങ്ങളിലൊക്കെ അല്ലെ ഒരുപാട് വർക്ക് ലോഡും ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവോ? അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ വരുമോ? അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ടാവോ? ഓക്കെ, അപ്പൊ ത്രോ ദ ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദ ഓർഗനൈസേഷൻ ത്രോ ദ ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്സ് ഈസ് ഓൾവേസ് ടു ഗെയിൻ എംപ്ലോയീസ് കോർപ്പറേഷൻ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒരു സ്ഥാപനം നിലനിർത്തിക്കൊണ്ട് പോകാൻ അല്ലെങ്കിൽ ആ സ്ഥാപനം നല്ല പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും അവിടെയുള്ള തൊഴിലാളികളെ തൃപ്തിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം അല്ലെ. അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരെ പരിഗണിച്ചില്ല എങ്കിലും ഒരിക്കലും ബിസിനസ് ഫേം നന്നായിട്ട് റൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. Yet a degree of conflict is ever present. The reasons behind this might be അല്ലെ. അതുകൊണ്ട് തന്നെ ആ ഒരു അല്ലെ ആ ഒരു പ്രസന്റിലി ഇപ്പൊ എന്താണ് അല്ലെ എന്തെങ്കിലുമൊക്കെ ഇതുകളുണ്ട് ഇങ്ങനെ അത് പരിഹരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് അല്ലെ. ഡിഗ്രി കോൺഫ്ലിക്റ്റ് ഈസ് എവർ പ്രസന്റ്. ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു പരിധി വരെ സംഘടനയിൽ എപ്പോഴും ആ ഒരു കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതിരിക്കാനായിട്ട് ശ്രമിക്കണം. The reasons behind this might be, in case of പലതരത്തിലുള്ള റീസൺസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരാം. ലേബർ ആൻഡ് മാനേജ്മെന്റ് are two groups which are present in every organization. ഓക്കെ, നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും ലേബർ യൂണിയനുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ലേബർ ആൻഡ് മാനേജ്മെന്റ് are two groups which are present in every organization. മാനേജ്മെന്റിന്റേതായിട്ടുള്ള ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യൂണിയനുകൾ എന്തുകൊണ്ടാണ് രൂപം കൊള്ളുന്നത്? മാനേജ്മെന്റ് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു യൂണിയനും അല്ലെ മുന്നോട്ടൊന്നും വരില്ല. ഉണ്ടാവോ? മാനേജ്മെന്റും തൊഴിലാളികൾ അല്ലെ ഒരു സ്ഥാപനത്തില് തൊഴിലാളികളും തൊഴിലുടമയും തമ്മിൽ അല്ലെങ്കിൽ മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിച്ചു പോവുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ യൂണിയനുകൾ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് യൂണിയനുകൾ മുന്നോട്ട് വരുമോ? ഉണ്ടാവോ? ഇല്ല അല്ലെ. പ്രശ്നപരിഹാരത്തിന് യൂണിയനൊന്നും മുന്നോട്ട് വരില്ല. അങ്ങനെ
വരണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അല്ലെ? അവിടെ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണ് യൂണിയനുകൾ പ്രശ്ന പരിഹാരത്തിനായിട്ട് മുന്നോട്ട് വരുന്നത്. They usually have different perspective and perception of their interests and develop a negative thinking about each other. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ധാരണകളും വ്യാഖ്യാനങ്ങളും ഉണ്ടാവും അല്ലെ? ഒരു വീക്ഷണകോണുകളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് പറയും ഇന്നിന്ന കാര്യങ്ങളാണ്, ഇന്നിന്ന കാര്യങ്ങളാണ്, അത് ഇന്നിന്ന ജോലി ചെയ്യുന്നതനുസരിച്ച് നമ്മളിങ്ങനെ കൂലി കൊടുക്കുന്നുണ്ട്, കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാനേജ്മെന്റ് തലത്തില് അവരുടേതായിട്ടുള്ള കുറെ ധാരണ കാര്യങ്ങള് അല്ലെ വീക്ഷണകോണുകളൊക്കെ ഉണ്ടാവും. യൂണിയന്റെ നോക്കുമ്പോൾ എംപ്ലോയീസിനെ അങ്ങനെ കിട്ടുന്നില്ല, എംപ്ലോയീസിനെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല, സമയത്തിന്റെ കാര്യത്തിൽ പരിഹരിക്കുന്നില്ല, അവർക്കും അവരുടേതായിട്ടുള്ള കുറെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഇല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് എന്താണ് അതാണ് ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് അവിടെ യൂണിയനുകളും മാനേജ്മെന്റും തമ്മിലൊരു അല്ലെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്, ഒരു പ്രശ്നങ്ങൾ മുന്നോട്ട് വരുന്നത്. എന്നതാണ് പറയുന്നത് ആൻഡ് ഡെവലപ്പ് നെഗറ്റീവ് തിങ്കിങ് അബൌട്ട് ഈച്ച് അതർ. അതായത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള നെഗറ്റീവ് വശങ്ങളുണ്ട്. അതായത് പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാണ് യൂണിയനുകൾ മുന്നോട്ട് വരുന്നത്. യൂണിയനും മുന്നോട്ട് വരുമ്പോൾ യൂണിയന്റേതായ ആശയങ്ങളും ഉണ്ടാകും. എംപ്ലോയി അല്ലെ മാനേജ്മെന്റ് തലത്തിൽ നോക്കുമ്പോൾ മാനേജ്മെന്റിന്റേതായിട്ടുള്ള കുറെ ആശയങ്ങൾ ഉണ്ടാകും. അത് തമ്മിൽ നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്സ് ആയിരിക്കും അല്ലെ ഓരോരുത്തർക്കും. എല്ലാവരും ഇരുകൂട്ടരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ പ്രശ്ന പരിഹാരം കഴിഞ്ഞു അല്ലെ, അവരെ അനുകൂലമായ തീരുമാനത്തിലേക്ക് എത്തും. പക്ഷെ വ്യത്യസ്തമായിരിക്കും അവരുടെ ആവശ്യങ്ങൾ അല്ലെ, അവരുടേതായിട്ടുള്ള വീക്ഷണക്കോണിൽ നോക്കുമ്പോൾ വ്യത്യസ്ത ആശയങ്ങളായിരിക്കും. സെക്കൻഡ് വൺ നോക്കാം. ഓർഗനൈസേഷൻസ് യൂഷ്വലി ഡു നോട്ട് ഹാവ് പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഓർ റൂൾസ് ടു സെറ്റ് their limits in order to fulfill their goals. മിക്കവാറും എല്ലാ ഓർഗനൈസേഷനിലും ഗോളുകൾ അല്ലെ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നല്ല അല്ലെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. കേസ് നമുക്കറിയാം, ഏതൊരു സ്ഥാപനമാണെങ്കിലും കുറെയൊക്കെ പോളിസിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കും. അവർ കുറെ ഗൈഡ് ലൈൻ അല്ലെ മാനദണ്ഡങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്ഥാപിക്കുന്നതൊക്കെ. പക്ഷെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തും അല്ലെ. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനദണ്ഡം ഏതൊരു ഓർഗനൈസേഷനും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ അല്ലേ? ഓക്കെ. Then due to lack of norms, both groups go to any extent and even try to justify their actions. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മാനദണ്ഡങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു സ്ഥാപനമൊക്കെ സ്ഥാപിക്കുമ്പോൾ കുറെ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും സ്ഥാപിക്കുന്നത്. പക്ഷെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാനായിട്ട് ചിലപ്പോൾ തൊഴിലാളികൾക്ക് പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ അല്ലെ യൂണിയനുകൾ അവിടെ അങ്ങനെ വരുമ്പോഴാണ് അവര് മുന്നിട്ട് വരുന്നത്. കാരണം എന്താണ് അവര് ജസ്റ്റിഫൈ ദിയർ ആക്ഷൻസ് അല്ലെ, അവരുടെ നീതി ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും. കാരണം അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നോംസ് എന്ന് വെച്ചാൽ മാനദണ്ഡം ഉണ്ടാവുന്നില്ല, ഒരു സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് അവിടെ സ്ഥാപിക്കാനായിട്ട് പറ്റാതെ വരുമ്പോൾ നീതി എന്താണെന്നുള്ളതിന് വേണ്ടിയിട്ട് അവര് വാദിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെയാണോ? ഓക്കെ. അപ്പൊ ആദ്യം മനസ്സിലാക്കുക എന്താണ് അവിടെ യൂണിയനുകൾ വരാൻ കാരണം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് യൂണിയനുകളൊക്കെ മുന്നോട്ട് വരുന്നത്. രണ്ടാമതൊരു കാര്യം പറയുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന കൃത്യമായിട്ടൊരു മാനദണ്ഡം അവിടെ ഉണ്ടാവില്ല അല്ലെ. ഏതൊരു സ്ഥാപനം ചിലപ്പോൾ ആണെങ്കിൽ നേരത്തെ കുട്ടി മാനദണ്ഡം ഉണ്ടാക്കിയാൽ തന്നെ അത് കൃത്യമാവണമെന്ന് നിർബന്ധമില്ല അല്ലെ. അപ്പൊ ആ ഒരു നോംസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ്സുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്താണ് ജസ്റ്റിഫൈ ചെയ്യാൻ അല്ലെ, അതിൽ ഏതാണ് നീതി എന്ന് കണ്ടുപിടിക്കാൻ ഇരുകൂട്ടരും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. Then next നോക്കാം. Then the groups come together for a negotiation. Some past witnesses talks apart from the present distrust and hinders the negotiation process. So they do not reach a joint decision. Okay, നമ്മളപ്പോ ഒന്ന് പരിഹരിക്കാം അല്ലെ, പ്രശ്നങ്ങൾ പരിഹരിക്കാം, ഒത്തുതീർപ്പാക്കാം എന്നുള്ളൊരു ചർച്ചയിലേക്ക് എത്തിപ്പെടും. ഒരു നെഗോഷിയേഷനൊക്കെ അല്ലെ ചർച്ച നടത്തിയിട്ട് പരിഹരിക്കാം എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വരും. Some past witness crops apart from the present distrust and guidance. എന്താണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്, ഇങ്ങനെ പ്രശ്ന പരിഹാരത്തിന് ഒരു ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പഴയ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ വിറ്റ്നസ് എന്ന് വെച്ചാൽ കൈപ്പറിഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പ്രസന്റ് ചെയ്യവര് എടുത്തിടും അല്ലെ. അങ്ങനെയാണല്ലോ ചർച്ചകളൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങളൊന്നും കൂടി അല്ലെ വഷളായിട്ടൊക്കെ വരുന്നത് അല്ലേ. അങ്ങനെയല്ലേ? ഇതൊരു നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി തുടങ്ങിയാൽ മതി.
അപ്പൊ എന്താണ് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ചർച്ചകളൊക്കെ സംഘടിപ്പിക്കും. സം പാസ്റ്റ് ഫിറ്റ്നസ് എന്നൊക്കെ പറയുമ്പോൾ പഴയ കാലഘട്ടത്തിലെ എന്തെങ്കിലുമൊക്കെ വരുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ പാർട്ടായിട്ട് മുന്നിട്ട് വരുന്നു. then അങ്ങനെ വരുമ്പോഴെന്താണ് അവിടെ പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കും അല്ലെ. നെഗോഷിയേഷൻ പ്രോസസ് ഒന്നും നല്ല രീതിയിൽ നിർവഹിക്കാൻ പറ്റാതെ വരുന്നു. സോ ദേ ഡു നോട്ട് റീച്ച് എ ജോയിന്റ് ഡിസിഷൻ. അങ്ങനെ വരുമ്പോൾ ആ ഡിസിഷൻസ് അല്ലെ ഇരു കൂട്ടർക്കും സമമായ വിധത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോ അങ്ങനെ തടസ്സങ്ങൾ അല്ലെ അവിടെ പ്രധാനമായിട്ടും ഡിസ്ട്രസ്റ്റ് ആൻഡ് ഹാൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ തടസ്സങ്ങൾ അല്ലെ, തടസ്സങ്ങളൊക്കെ വരുന്നു. അത് ഒന്നിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ അവസ്ഥയിലേക്ക് പോകുന്നു. നെക്സ്റ്റ് നോക്കാം, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ കൺസേൺഡ് വിത്ത് ദ ഫോർമേഷൻ ആൻഡ് ഒബ്സർവേഷൻസ് ഓഫ് മൾട്ടി situated association between the labor and the union in an organization. These relations can either be organized or അൺഓർഗനൈസ്ഡ് ഫോംസ് അല്ലെ. ഇവിടെ ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ നമുക്കറിയാം ഒരു മേഖല അല്ലെ മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡിലേക്ക് എത്തുകയാണ്. അതായത് നമുക്കറിയാം പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ചിലപ്പോ ആണെങ്കിൽ അല്ലെ അവിടെ അച്ചടക്ക നടപടികളൊക്കെ സ്വീകരിക്കേണ്ടി വരും അല്ലെ. അതിനു വേണ്ടിയിട്ട് എന്താണ് ബഹുമുഖ മേഖലകളിലേക്കൊക്കെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കും. then എന്താണ് അവിടെ ലേബർ യൂണിയനും ഓർഗനൈസേഷൻ തമ്മിലൊക്കെ ഉള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. then അങ്ങനെ വരുമ്പോഴെന്താണ് തീർച്ചയായിട്ടും എന്താണ് അവിടെ പല കാര്യങ്ങൾ അല്ലെ പലതരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സംഘടിതമായിട്ടുള്ള അസംഘടിതമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് this multi-faceted association between the labor and the union in an organization. These relations can either be in organized or unorganized forms. അങ്ങനെ വരുമ്പോൾ നമുക്ക് സംഘടിതമായിട്ടോ അസംഘടിതമായിട്ടോ ഒക്കെ ആയിരിക്കും അവര് ഈ ഒരു ബന്ധത്തിലേക്ക് വരുന്നത്. ചിലപ്പോൾ ആണെങ്കിൽ കുറച്ച് അങ്ങനെ യൂണിയനുകൾ തന്നെ ഒരു സ്ഥാപനത്തിൽ തന്നെ ഡിഫറെന്റ് യൂണിയനുകൾ വരെ ഉണ്ടാവില്ലേ കുറെ പേര് അനുകൂലികൾ ഉണ്ടാവും, കുറച്ചു പേര് പ്രതികൂലികളും ഉണ്ടാവും അല്ലേ, അനുകൂലിക്കുന്നവരും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് അത് ബഹുമുഖ ഫേസിലേക്ക് എത്തുന്നത്. അതായത് കുറെ പേര് അനുകൂലിക്കുന്നവരുണ്ടാവും, കുറെ പേര് പ്രതികൂലിക്കുന്നവരുണ്ടാവും. അപ്പൊ ഇതിന്റെ ആ ഒരു സ്വഭാവം, ഈ റിലേഷൻഷിപ്പിന്റെ സ്വഭാവം നമ്മൾ പഠിച്ചു വരികയാണ്. അപ്പൊ ഇവിടെ റിലേഷൻഷിപ്പ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കി ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ള ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. സെക്കൻഡ് വൺ നമ്മൾ മനസ്സിലാക്കി എന്താണ് അവിടെ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ എങ്ങനെയാണ് അല്ലെ. ആദ്യം മാനേജ്മെന്റ് തൊഴിലാളികൾ തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല. അഥവാ അങ്ങനെ വരുമ്പോഴാണ് യൂണിയനുകളൊക്കെ മുന്നോട്ട് വരുന്നത്. അപ്പൊ അവർ തമ്മിൽ നല്ലൊരു ബന്ധം അല്ലെ, യൂണിയനുകൾക്ക് ഇതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ പറയും, മറ്റവരെ അല്ലെ മാനേജ്മെന്റ് ആണെങ്കിൽ അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ പറയും. അത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് മുന്നിട്ട് വരുന്നു. ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് മുന്നിട്ട് വരുമ്പോഴും എന്താണ് അവിടെ പ്രശ്ന പരിഹാരത്തിന് ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. ചർച്ചകൾക്ക് പരിഹാരം കിട്ടാതെ വരുമ്പോഴാണ് രണ്ട് യൂണിയൻ അല്ലെ രണ്ട് സെപ്പറേറ്റ് ബന്ധങ്ങളിലേക്ക് മൾട്ടി ഫേസിറ്റേറ്റഡ് അസോസിയേഷനിലേക്ക് വരുന്നു. അതായത് പ്രതികൂലിക്കുന്നവരും അല്ലെ അനുകൂലീകരിക്കുന്നവരുമായിട്ടുള്ള കാര്യങ്ങൾ ലെവലിലേക്ക് എത്തുന്നു. അവിടെ എന്താണ് പ്രധാനമായിട്ടും അല്ലെ സംഘടിതമായിട്ടും അസംഘടിതമായിട്ടുള്ള മുന്നേറ്റങ്ങളും ഡെവലപ്പ് ചെയ്തു വരുന്നു. റിലേഷൻഷിപ്പില് വരുന്ന ആ ഒരു രീതികൾ മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ? നമുക്ക് കണ്ടിന്യൂവേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ബോറടിച്ച് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തായാലും കുഴപ്പമുണ്ടാവില്ല. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ ആ റിലേഷൻ എന്താന്നുള്ള ഒരു ഇതിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഇതേ ഉള്ളൂ. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ഥാപനം വരുമ്പോൾ അവിടെ HRM ഡിപ്പാർട്ട്മെന്റിനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് എങ്ങനെയാണ് ബന്ധങ്ങളിലേക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കി പോകേണ്ടത് എന്നുള്ള ഒരു വിഷയങ്ങളാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ക്ലിയർ ആയി പോകുന്നുണ്ടോ? യെസ് മാം. ഓക്കെ,
പേര് കൂടുന്നുണ്ടെങ്കിൽ പറയണം. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ടില്ലാതെ മൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ഒരു യൂണിയൻ അതിലേക്ക് ഒന്ന് ലയിച്ച് കിട്ടിയാൽ മതി. എക്സാം ഓൺലൈനിൽ തന്നെയായിരിക്കുമല്ലോ. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാറില്ലേ? ഇല്ലേ? ഇടയ്ക്ക് ഞങ്ങൾ വിസിബിൾ ആവാറുള്ളൂ, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ ഏതാണ്ട് അതിൽ തന്നെ മോഡലൊക്കെ തന്നെ, പക്ഷെ ക്വസ്റ്റ്യൻ്റെ എല്ലാം ഇത് നമ്മളിപ്പോ എല്ലാ ദിവസവും 5 ക്വസ്റ്റ്യൻസ് വീതമാണ് അല്ലെ. പക്ഷെ എക്സാം ടൈമിലൊക്കെ ആകുമ്പോൾ ഒരു 60 അങ്ങനെയൊക്കെ ഉള്ള ഒരു റേഞ്ചിലേക്ക് പോകും. അപ്പൊ നിങ്ങൾക്ക് അത് ഇത് ഈ രീതി തന്നെ ആയിരിക്കുമല്ലോ, മോക്ക് ടെസ്റ്റ് പോലെ തന്നെ ആയിരിക്കുമല്ലോ. ഓക്കെ, മോഡൽ ബേസ്ഡ് അത് എന്തായാലും മാനേജ്മെന്റ് തലത്തിൽ നിന്ന് അറിയിക്കും നിങ്ങളെ. കൃത്യമായിട്ട് ഞങ്ങളുടെ പോർഷൻസ് ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ അവിടെ നിന്ന് കൃത്യമായിട്ട് അറിയിക്കും. നമുക്കാണെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ എടുക്കേണ്ടതുണ്ട്. റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇത്തിരി സ്ലോയില് എടുത്തത്. നിങ്ങൾക്ക് പറ്റുമായിരിക്കും, കാരണം സ്റ്റാർട്ടിങ് റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കി പോകാനുള്ള ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്ലോയിൽ എടുത്തത്. കുറച്ചും കൂടി നമുക്കൊന്ന് സ്പീഡാക്കി കൊണ്ടുപോകാം, അല്ലെങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരുപാടുണ്ട്, ഈ ചാപ്റ്റർ തന്നെ ഒരുപാട് ലെങ്തി ചാപ്റ്റർ ആണ്. ലാസ്റ്റ് പോയിന്റ് industrial relations are concerned with the formation and observance അല്ലെ. അവിടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത് അവിടെ രൂപീകരണം അവിടെ ആവശ്യമാണ് അല്ലെ. നല്ല ബന്ധത്തിന് നല്ല രൂപീകരണം ആവശ്യമാണ്. ആൻഡ് ഒബ്സർവൻസ് ഓഫ് മൾട്ടിഫെസിറ്റഡ് അസോസിയേഷൻ ബിറ്റ്വീൻ ദ ലേബർ ആൻഡ് യൂണിയൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് അവിടെ ബഹുമുഖ തലത്തിലുള്ള അസോസിയേഷനുകൾ വരികയാണ് ലേബർ ആൻഡ് യൂണിയൻ ഓർഗനൈസേഷനായിട്ട്. അതായത് തൊഴിലാളികളും യൂണിയനുകളും തമ്മിൽ മുന്നോട്ട് വരുമ്പോൾ അവിടെ ബഹുമുഖ തലം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അനുകൂലിക്കുന്ന ഒരു മുഖം വരുന്നുണ്ട്, പ്രതികൂലിക്കുന്നവരുമുണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു നിയമങ്ങളൊക്കെ വരുമ്പോൾ മാനേജ്മെന്റിനോട് അനുകൂലം ആയിട്ടുള്ള കുറെ തൊഴിലാളികളും ഉണ്ടാവും, പ്രതികൂലമായിട്ടുള്ള രീതിയിലുള്ള തൊഴിലാളികൾ ഉണ്ടാകും. യൂണിയനോട് ചേർന്ന് നിൽക്കുന്നവരുണ്ടാവും, യൂണിയനോട് വിരോധമുള്ളവരുണ്ടാവും. അപ്പൊ യൂണിയനോട് വിരോധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാനേജ്മെന്റിനോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും അല്ലേ. ആണോ? ഇത് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഒന്നല്ലെങ്കിൽ സംഘടിതമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അസംഘടിതമായിട്ടുള്ള രീതിയിലായിരിക്കും. അതായത് ഒന്നിച്ച് എല്ലാവരും യൂണിയനിലെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് എല്ലാവരും കൂടി പരസ്പരം ആലോചിച്ച് യൂണിയനോട് ചേർക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ അല്ലെ അസംഘടിതമായിട്ടുള്ള രീതിയിലൊക്കെ തന്നെയായിരിക്കും എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു രൂപങ്ങളൊക്കെ ഫോം ചെയ്യുന്നത്, ഉടലെടുക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.